അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ വീട്ടിൽ നിന്ന് ഷാമിലും ഉപ്പയും പെങ്ങളും മക്കളും കൂടെ പടിയിറങ്ങിപ്പോയപ്പോൾ ശരിക്കും എളാമ വളരെയധികം സന്തോഷിക്കുകയായിരുന്നു ചെയ്തത്. ഇനിയെല്ലാം എനിക്ക് സ്വന്തം, ഞാൻ എൻ്റെ മക്കളും അനുഭവിക്കും എന്നുള്ള രീതിയിൽ ശല്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോയപ്പോൾ തന്നെ ഒരു സന്തോഷം. എന്നാൽ ഈ സമയം നല്ല രീതിയിൽ പ്രിയപ്പെട്ട ഉപ്പയെ മരുമകൻ വരവേറ്റിരുന്നു. ആ ഉപ്പയെ സ്നേഹത്തോടു കൂടി തന്നെ അവിടെയും പരിചരിക്കാനിരുന്നു. പക്ഷേ ഉപ്പയെ അവിടെ സിറ്റ് ഔട്ടിലൊന്നും കൊണ്ടുപോയി ഇരുത്താനൊന്നും കഴിയുന്നില്ലല്ലോ, ഉപ്പ കിടപ്പില്ലല്ലേ. അതുകൊണ്ട് തന്നെ അതൊരു വിഷമമായി. എങ്കിലും അവിടെയുള്ള ഷാമിലിൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചു. സ്നേഹത്തോടെ തൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ തന്നെ അവർ അദ്ദേഹത്തെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചു. എന്നാൽ ഉപ്പയെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ അളിയൻ്റെ ഉപ്പ അത് വല്ലാതെ അതിന് ദുഃഖമായി. മോനെ, ഞങ്ങളിവിടെ കഴിഞ്ഞോളാം, അതിനെന്താ, ഓന് കെടുക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇരുന്നിട്ട് ഓനോട് സംസാരിച്ചോളാം, അതുകൊണ്ട് സാരല്ല ഉപ്പ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഉപ്പാനെ കൊണ്ട് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കുവാനോ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. എന്നിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾക്കൊരുമിച്ച് ഇവിടെ ജീവിക്കാം, അതായിരിക്കും നല്ലത്. ശരിക്കും ആ ഉപ്പാക്ക് ഒരു കളിക്കൂട്ടുകാരനെ കിട്ടിയ പോലെ തന്നെ ഭാര്യ പറഞ്ഞു. അതായത് അളിയൻ്റെ ഉമ്മ പറഞ്ഞു. എന്തൊരു സന്തോഷമാണെന്നോ, ഉപ്പ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് രണ്ടുപേരും ചിരിയും കളിയും സംസാരമൊക്കെ ആയിട്ട്. പാവം കുഞ്ഞോളുടെ ഉപ്പ, അവർക്ക് സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാനൊന്നും ശരിക്ക് പറ്റൂലല്ലോ. പാവല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും. കാരണം ഒരു കിടക്കപ്പായിൽ ഒറ്റപ്പെട്ട് കിടക്കുക, അതും ഒരു ഇരുട്ടുമുറിയിൽ, സമയം പോയി കിട്ടുന്നില്ല. റബ്ബേ, എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും അല്ലേ അവർ. അള്ളാഹുവേ കാത്തു രക്ഷിക്കണേ റബ്ബേ. എന്നാൽ മുത്തുക്കയും ഷാമിലും കൂടി ഹോസ്പിറ്റൽ കണ്ട് തിരിച്ചു വരികയാണ്. സമയം പാതിരാത്രി ആയിട്ടുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെമ്പൽ. പഠിച്ചോനെ, എൻ്റെ പിതാവിനെ ഇത്ര ദൂരത്താണോ കൊണ്ടുപോയിടുന്നത് എന്നുള്ളൊരു വേദന മനസ്സിലേക്ക് വന്നു. ഒരു നിമിഷം അവൻ വിചാരിച്ചു, റബ്ബേ, എൻ്റെ ഉപ്പാക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എളാമൊന്ന് നല്ലപോലെ നോക്കിയിരുന്നെങ്കിൽ, ഒന്നും വേണ്ട ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, പഠിച്ചോനെ നീ എൻ്റെ ഉമ്മയെ അങ്ങ് നേരത്തെ കൊണ്ടുപോയില്ലേ, ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എത്ര സന്തോഷത്തിൽ ഇവിടെ കഴിയാമായിരുന്നു. സാരല്ലല്ല, പാവം എൻ്റെ ഉമ്മ നേരത്തെ പോയി. അതിനുശേഷം എൻ്റെ ഉപ്പാൻ്റെ കഷ്ടപ്പാട് തുടങ്ങിയെന്ന് തന്നെ പറയാം. അല്ലാ, എൻ്റെ ഉപ്പാക്ക് സ്നേഹം തരുന്ന ആളുകളെ നീ കൊടുക്കല്ല. പക്ഷേ അത്യാവശ്യ ചിലവുണ്ട് അവിടെ, കുറഞ്ഞ രീതിയിലല്ല, നല്ല രീതിയിൽ ക്യാഷ് ഇറക്കണം. അതിനുള്ള ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ ആ ക്യാഷ് പോയിട്ടുണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് എൻ്റെ അറബിച്ചി എന്നോട് ഞാൻ ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കൂല, തരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഷാമിലിന് വെറുതെ ക്യാഷ് വേണ്ട, അധ്വാനിച്ചുണ്ടാക്കുക, അതാണ് എനിക്കിഷ്ടം. എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പം ഞാൻ അധ്വാനിച്ചുണ്ടെങ്കിലല്ലേ പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുള്ളൂ. എന്തായാലും ഉപ്പയോട് കാര്യങ്ങളൊക്കെ പറയണം. ഒരുപാട് ദൂരത്തെ യാത്ര, ഉപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ രാത്രിയായപ്പോൾ ഉപ്പ വിളിക്കുന്നുണ്ട്. മോനെ, മോനെ, ഉപ്പ, എന്തുപ്പ വേണ്ടത്? ഉപ്പാക്ക് ഇനി ഫുഡ് കഴിക്കല്ലേ, അത് വെള്ളം വേണം, അപ്പം എന്ത് വേണ്ടത് ഉപ്പ? മോൻ, എൻ്റെ മോൻ, എന്തിങ്ങനെ വിഷമിക്കുന്നത്? എന്നാൽ അപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് അങ്ങോട്ട് എത്തി. എന്താ ഉപ്പ പ്രശ്നം? എന്തെങ്ങൾക്ക് വരി, നമുക്ക് പുറത്തോട്ടൊന്ന് പോയിരിക്കണോ? വീൽ ചെയറിൽ ഇരുത്തിയിട്ട്. വേണ്ട മോനെ, ഇരിക്കാനൊന്നും അത്ര കഴിയൂലല്ലോ. ശരിയാണ് ഉപ്പ, സാരല്ല, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫിയാക്കി തരട്ടെ. ഷാമിലെത്തിയില്ലല്ലേടി? ഇല്ല, അവന് ഒരു ഹോസ്പിറ്റലിൽ പോയേക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ എത്തുമായിരിക്കും, ഇനി അധിക സമയമൊന്നും ഉണ്ടാവില്ല. അല്ല, ഉപ്പയെ എന്താ ചെയ്യുമെന്ന് പറഞ്ഞത്? ഉപ്പയെ ഒരു ഹോസ്പിറ്റലെന്ന് വെച്ചാൽ നല്ല വീട്ടിൽ കെയർ ചെയ്യണ രീതിയിൽ അവർ കെയർ ചെയ്യാൻ നോക്കുക. നമ്മുടെ ഉപ്പയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് 2 ആൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് 2 ആൾ 4 ആളായിരിക്കും ടോട്ടൽ. 2 ആൾക്ക് പരിചരിക്കാൻ പറ്റാത്തോ മറ്റേ ആൾ, അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഷാമിലും മുത്തുക്കയും തിരിച്ചു വരുന്നത്. അവൻ ഓർത്തു, റബ്ബേ, എൻ്റെ ഉപ്പാൻ്റെ സ്ഥിതി അള്ളാഹു നീ പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കുക റഹ്മാനെ.
ആമീൻ. എൻ്റെ ഉപ്പ എന്ന് വെച്ചാൽ അത്രക്കും അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. അതെ, അത്രയത്ര തോട്ടത്തിൽ പണിക്കാരെ വിളിക്കുകയാണെങ്കിലും പണിക്കാരോടൊപ്പം ജോലിയെടുത്ത് കഴിയുന്നത് ഒറ്റയ്ക്ക് കിളച്ചും മറിച്ചും എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ ഉപ്പ. എന്തപ്പോൾ ചെയ്യുക, പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതും ഇങ്ങനെയുള്ള ഇളമമാരൊപ്പം ആകുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. അവൻ ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഈ സമയം പെങ്ങളത വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ആ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇപ്പം എത്തും. ആണോ, ഉപ്പ നിന്നെ ചോദിക്കുന്നതാ. ഉപ്പ എന്നെ ചോദിക്കുന്നെന്ന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മോഹം തൻ്റെ പൊന്നു മോനെ കാണുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അല്പസമയത്തിന് ശേഷം അവരുടെ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് അതാ ഷാമിൽ വാഹനത്തിൽ നിന്നിറങ്ങുന്നു. മുത്തുക്കയും. ഉപ്പ. ഷാമിൽ അകത്തേ കയറി. മോനെ, ഉപ്പാൻ്റെ കുട്ടി എവിടെയായിരുന്നു? ഇല്ലപ്പ, നമുക്ക് നാളൊരു പുതിയ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഉപ്പാൻ്റെ ഈ ഒരു സ്ട്രോക്ക് മാറ്റാനുള്ള ഡോക്ടർക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മോനെ, അതെയൊക്കെ ഇപ്പോൾ മരുന്നുണ്ടാവോടെ, അങ്ങനെയാണ് ഇരുന്ന് മരിക്കുക എന്നല്ലാതെ. അങ്ങനെ പറയല്ലേ എൻ്റെ ഉപ്പ. ഞാൻ ഉള്ളിടത്തോളം കാലം ഉപ്പാക്കൊന്നും പറ്റില്ല. ഉപ്പയെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നമ്മൾക്ക് കഴിയുന്നതും ഇപ്പോൾ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഉപ്പ, നമുക്ക് പോയാലോ? മോനെ, എൻ്റെ കുട്ടികൾക്ക് കാണാൻ പറ്റൂരല്ലോ. ഉപ്പ, അത് സാരല്ല, കുറച്ച് ടൈം കഴിയുമ്പോൾ ശരിയാവും. പിന്നെ ഉപ്പയുടെ അസുഖം മാറിയിട്ട് എൻ്റെ ഉപ്പ എണീറ്റ് നടക്കണം, അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നുമല്ല. ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ലുപ്പ, ഉപ്പ ഒന്നും സംഭവിക്കില്ല. നല്ല രീതിയിൽ ഉപ്പാക്ക് പുതിയൊരു ജീവിതം, കുറച്ച് ദിവസം മാത്രം ട്രീറ്റ്മെൻറ്റ് കഴിയണേ വരെ, അതിനുശേഷം ഇൻഷാ അല്ലാ. ഉപ്പ പോവുകയാണെന്നറിഞ്ഞപ്പോൾ മോൾക്കും വല്ലാത്ത വിഷമം. മോനെ ഷാമിൽ, 2 ദിവസം കഴിഞ്ഞിട്ടാക്കിയാൽ പോരേനോ? മോനെ, ഇന്ന് പെട്ടെന്ന് തന്നെ. ഇത്താത്ത, ആർക്കും മടുക്കാൻ പാടില്ല. നമ്മൾ മടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ, ജീവിതം കൊണ്ടോട്ടെ. ഒരിക്കലും ഉപ്പയെ നോക്കാൻ കഴിയില്ലെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉപ്പയുടെ ശരീരത്തിൻ്റെ തളർച്ചയെല്ലാം മാറി സുഖപ്പെട്ടു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഉപ്പ പോയാലോ? സങ്കടത്തോടെ അതാ ആ ഉപ്പയെ അവിടെ നിന്ന് എടുക്കുകയാണ്. മുത്തുക്ക് പറഞ്ഞു, ഷാമിൽ വിട്, ഉപ്പയെ ഞാൻ എടുത്തോളാം. മുത്തുക്ക് തന്നെ ഉപ്പയെ എടുത്തു കൊണ്ടുപോയി കിടത്തി. അതെ, പൊന്നുമോൾക്ക് നല്ല വിഷമമുണ്ട്. ഉപ്പ പോവുകയാണോ? മക്കളുടെയും ആ ഒരു ചോദ്യം. എന്നാൽ ഈ സമയം അത്യധികം സങ്കടപ്പെട്ടിരുന്നത് മറ്റാരുമായിരുന്നില്ല, അതെ, അളിയൻ്റെ ഉപ്പ. അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്തെന്നറിയില്ല, അവരുടെ പ്രായത്തിൻ്റെ നിലപാടനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവം. അങ്ങനെയതാ ഷാമിലിൻ്റെ ഉപ്പയും കൊണ്ട് മുത്തുക്കയും ഷാമിലും പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുന്നു. ആ ഉപ്പാക്ക് നല്ല ടെൻഷനുണ്ട്. റബ്ബേ, എന്തായി തീരും, ഏതൊക്കെയാവും, ഒറ്റപ്പെട്ട മുറികളിൽ കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതും അത്ര നല്ലതല്ല. കാരണം എന്തുകൊണ്ടും അതെ, നല്ലത് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്, അല്ലാതൊരിക്കൽ പോലും ഒറ്റയ്ക്കല്ല. പാവൻ്റെ ഉപ്പ് ഒരുപാട് അനുഭവിച്ചതാണ്. ഇനി ഉപ്പയെ ഒന്ന് നടത്തണം. അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ മുഴുവൻ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഈ സമയം അതാ കുഞ്ഞോള് നല്ല കരച്ചിലായിരുന്നു. എന്താ ഇങ്ങനെ കരയുന്നത്? ഇക്ക, ഉപ്പാനെ കൊണ്ടാക്കുമ്പോൾ എനിക്ക് സങ്കടം വരാൻ. അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നല്ല പറഞ്ഞത്, അവിടെ നിന്ന് ചികിത്സിക്കാമെന്നല്ല പറഞ്ഞത്. ഇക്ക, നമുക്കും പോവന്നാൽ. ആ, അങ്ങനെയാണെങ്കിൽ വാ. അങ്ങനെ അതാ പെങ്ങളും മാറ്റുന്നു, അളിയനും മാറ്റി. ചെറിയ കുട്ടിയെ മാത്രമാണ് കൊണ്ടുപോകുന്നത് ഇപ്രാവശ്യം. ബാക്കിയുള്ളവരെയെല്ലാം വല്യമ്മയുടെയും വല്യപ്പയുടെയും അരികിലാക്കി. അങ്ങനെ അത് ഉപ്പയും കൊണ്ട് അവരെല്ലാവരും പോകുന്നു, ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട്. ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നു. കാരണം ഉപ്പയെ റബ്ബെ ഞാൻ കൊണ്ടുപോയിട്ടെന്ന് നീ വിചാരിക്കത്തല്ല. എൻ്റെ ഉപ്പാക്ക് സുരക്ഷിതമായൊരിടം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതല്ല. ഷാമിലിൻ്റെ കണ്ണുകൾ അറിയാതങ്ങ് അടഞ്ഞുപോയി. അത് ആ യാത്രയിൽ പെട്ടെന്നാണ് അതാ അവൻ്റെ മനസ്സിലേക്ക് ആ മുഖം തെളിഞ്ഞു വന്നത്. അത് മറ്റാരുടേതും ആയിരുന്നില്ല. ഇക്ക, ഞാൻ നോക്കിക്കോളാം ഉപ്പയെ, എനിക്കിഷ്ടമാണ് ഉപ്പയെ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി, അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ബുഷി. ആ ബുഷി ഷാമിലിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇക്ക, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഉപ്പയെ. അതാ അവളുടെ ചോദ്യം കേട്ട്, അവളുടെ ആ വാക്കുകൾ കേട്ട് ശരിക്കും ഷാമിലൊന്ന് ഞെട്ടി. പറഞ്ഞു, എൻ്റെ ഉപ്പയെ
നോക്കാൻ എൻ്റെ ഉമ്മയില്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടം. അത് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണീർ തുടച്ചു. ഷാമിലിൻ്റെ ഉപ്പയെ കൊണ്ടുപോകുന്നത് ഏത് സ്ഥലത്തേക്കാണ്? അവിടെ ചെന്നാൽ അവരുടെ കാര്യങ്ങളെല്ലാം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ഷാമിലിൻ്റെ ഉപ്പ അവിടെ നിൽക്കാൻ കൂട്ടാക്കുമോ, അതോ ഷാമിലിനോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുമോ? നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സ്റ്റോറിയുടെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ തെറ്റുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉറക്കത്തിലാണ് കേട്ടോ പറയുന്നത്. കാരണം ഇത് 2 ദിവസമായാലും ഇട്ടിട്ട്, അപ്പോൾ പിന്നെ ആളുകൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം കേട്ടോ. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു തരണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ, എൻ്റെ ഹൃദയത്തിൽ തൊട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.